ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ക്രിസ്തുമസ് നമ്മളിൽ ആഗതമായിക്കൊണ്ടിരിക്കുന്നു. ഒരു നോമ്പുകാലം കൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു സമയം. ഈ ഒരു സമയം നമ്മൾ എപ്രകാരമായിരിക്കണം, അഥവാ ഒരു ക്രിസ്തുവിൻ്റെ അനുയായി എപ്രകാരം തൻ്റെ ജീവിതത്തെ പുതുക്കി രൂപാന്തരപ്പെടണം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധിയിൽ നിന്ന് അനുദിനം വിശുദ്ധീകരിച്ചേ കൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതമായിരിക്കണം ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസിയുടേത്. ഒരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള ഒരു പ്രയാണം. ആ ഒരു പ്രയാണ കാലഘട്ടത്തിൽ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് വിദ്വാൻമാർക്ക് ക്രിസ്തുവിനെ കാണുവാൻ വഴികാട്ടിയായത് നക്ഷത്രമായിരുന്നു. നമ്മുടെ ഈ കുറഞ്ഞ ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇരുളിലാണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു താരകമായി മാറുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ക്രിസ്തു സ്നേഹം. ദൈവത്തിനെ നിത്യം വസിക്കുവാൻ ഇടം നൽകുന്നതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയം. നമ്മളിലെ പ്രകാശം കണ്ടിട്ട് ആരെങ്കിലും രക്ഷകനെ അറിയുന്നുവെങ്കിൽ അവിടെയാണ് നാം ക്രിസ്തുമസ് താരകമായി മാറുന്നത്. ജീവിതം പുതുക്കപ്പെടണം. ഇന്ന് നമ്മളൊരു പാഴ്മരമായിരിക്കാം. ആ പാഴ്മരത്തിൽ നിന്ന് അത്ഭുതകരമായ ബലമേകുന്ന ബലവൃക്ഷമായിട്ട് നമ്മൾ മാറണം. ധാരാളം സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവർക്ക് ബലമേകുന്നവരായി നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിച്ചും സേവിച്ചും ജീവിക്കുവാനായി നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, കരുതണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് കഴിയണം. മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം ക്ഷമയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീരെ കാണുവാൻ സാധിക്കാത്തതും ആ ക്ഷമയാണ്. ആരോടൊക്കെ നമ്മൾ ക്ഷമിക്കുവാൻ മടി കാണിക്കുന്നുവോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ക്രിസ്തു ഉദിക്കുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നു. സ്വാർത്ഥതകളെ വെടിഞ്ഞു കളഞ്ഞ് ഇരുളിലാണ്ട അന്ധകാരത്തിലായ അനേകരുടെ ജീവിതത്തിൽ ഒരു വലിയ താരകമായില്ലെങ്കിലും ഒരു മിന്നാമിനുങ്ങെങ്കിലും ആവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം സഫലമായി തീരുന്നു. അപ്രകാരം ഇരുളടഞ്ഞ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ താരകമായിട്ട് ഉദിച്ചുയർന്ന് യഥാർത്ഥ ക്രിസ്തു ജനിക്കുന്നൊരിടമായി നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിക്കൊണ്ട് ഈ ഒരു ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാം. ആചാരങ്ങളില്ലാതെ അനുഷ്ഠാനങ്ങളില്ലാതെ യഥാർത്ഥ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ വിശുദ്ധിയുടെ ഇടനിലമായി നമ്മൾക്ക് മാറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ ഈ ചെറിയ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുക്കുമാറാകട്ടെ. ആമേൻ.